ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മീ ട്രാവലിംഗ്. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ പർച്ചേസിങ് എല്ലാവരും പേടിച്ചു വിട്ട് നമ്മൾ ഇൻട്രോ ഇട്ടിട്ട് കുറച്ച് സാധനങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിലേക്കാ. അപ്പം നാളെ രാവിലെ 6 മണിക്ക് നീക്കണമെന്നാണ് പറയുന്നത്. 6-7 മണി നീക്കൂല തന്നെ. ഇതിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. എങ്ങനെ അറിയോ, ഇന്ന് രാത്രി കുളിച്ചിട്ട് കിടന്നുറങ്ങാം. രാവിലെ എന്തേ നമ്മളെ മാത്രം പ്ലാൻ. അപ്പോൾ പർച്ചേസിങ്ങിലാണ്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നോമ്പർ പരീക്ഷിച്ചതാണല്ലേ, എനിക്ക് മനസ്സിലാവും. എന്ന് വിളിച്ചിട്ട് അതെ, ആവശ്യമില്ലാത്ത സംസാരം. എന്ത് ഞാൻ അങ്ങനെയൊന്നല്ലോ. ദോശ ശ്രദ്ധിച്ചാ വെറുതെ പറയാണ് ഗൈസ്. നോണ കസിൻസ് എല്ലാവരും നോണയന്മാരാണ്. എന്താണിത്? എടാ അവിടെ തേനുണ്ട്, തേനെടുക്കാൻ പോവാ. മണ്ടോ കോണ്ടൻസ് ഇങ്ങനെ വെറുതെ തുറന്നേരും. ഗൈസ് അവിടെ തേനുണ്ട്, തേനെടുക്കാൻ പോവാ. കണ്ട, ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്ത ബ്ലഡി കസിൻസ് ആണ് എനിക്കുള്ളത്. അടച്ചിണ്ടാ തേനെടുക്കാൻ? ആ തേനെടുക്കാം, നല്ല തേനാണത്. തേന് ഒറിജിനൽ തേൻ, കളക്ഷൻ പിടിക്കാനല്ല. തേൻ ആക്ച്വലി തേനെടുക്കാനാടാ. അപ്പൊ ഇതാണ് നമ്മളെ തേൻ. അല്ല, ഞാൻ 2 പോയിന്റിൽ ഇങ്ങനെ നിക്കത്ത് എടുക്കണ്ടേ. സംഭവം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കണ്ട, കട്ടിയുള്ളി. ഇടത്ത് ശരിക്കും തേൻ തന്നെ അതോ വേറെ എന്തെങ്കിലും ആണോ? ഐസാ, മാംഗോ ഹണിയാണ്, മിക്സ്ഡ് ആണ്. ആ, അതാണ് ഈ കട്ടിലേ. ഇതെന്താണ്? കോക്കനട്ടോ? അല്ല, ഇതിന് എങ്ങനെ പറഞ്ഞു കൊടുക്കണം? ഇതെത്ര പോടാ? 32 എടുത്താലോ? ഇത് വെറുതെ കേട്ടോ, ഇത് കഴിക്കൂല. ഞാൻ കഴിക്കൂല. ഇത് കഴിക്കുവോ? ഒറ്റക്ക് നിന്നേണ്ടി വരും, എനിക്ക് പറ്റൂല. തോന്നുന്നു എന്താ എനിക്ക് അങ്ങനെ വർത്താനായി. നമുക്ക് ഹണി എടുത്താ അല്ല, എന്നാ നമുക്ക് വേറെ എന്തെങ്കിലും സെറ്റ്, കേക്ക് പോലെ എന്തെങ്കിലും ആക്കാം. അല്ലെങ്കിൽ നിങ്ങളെ മറ്റേ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അതിനെ പറഞ്ഞേ. ഇത് ഇംഗ്ലീഷ്, ഇത് തനി ബംഗാളി ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് എടുക്കാം, ബ്രെഡ് ജാം, അങ്ങനെ വെക്കല്ലേ. ഈ സാധനം ഓവനിൽ വെച്ച് ചൂടാക്കുക. മറ്റേ കോഴിമുട്ട ഫില്ല് ചെയ്യാം. അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കോഴിമുട്ട ഫില്ല് ചെയ്യാം. പണിയെടുക്കാണ്ട് ഭയങ്കര ധർമ്മസങ്കടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വ്ളോഗിൽ വരുന്നുണ്ട്, ഭക്ഷണം എന്നും ഒരു പ്രശ്നമാണ്. എന്ത് കഴിക്കുന്നു, എത്ര രസമുണ്ട്. രസമുള്ള വള്ളി പോണം. പാർക്കിൽ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു വീടിന്റെ സൈഡിലുള്ള. എല്ലാ നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. 6 മണിക്ക് നിസ്കാരമാണ്. 1 മണിയായി. ഉറക്കില്ല, പോയിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ. നാളെ പറഞ്ഞാ ഇതൊക്കെ കഴിച്ചതിന് ശേഷം. അപ്പൊ കാശ് ഞങ്ങളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല്, നാളെ പെരുന്നാളാണ്, ഈദ്. ഇന്ന് 2:05 ഉള്ളി തൊലി കളിയാ കറിയൊക്കാന് നാളെ. ഇതാണ് ഈ പെണ്ണുങ്ങളെ പേരയില്ലാത്തതിന്റെ പ്രശ്നം. അങ്ങനെ എന്റെ കെട്ടിയോള
അത് കട്ടയില്ല, ഞാൻ കട്ടയില്ല. മൈ ഗോഡ് ഗായ്സ്, ഉള്ളി ഭയങ്കര പ്രശ്നമാണ്. ഇവരൊക്കെ ഈസിയാണ്. നമ്മൾ കരയണം, കരഞ്ഞു വെട്ടിയാൽ കാര്യങ്ങൾ എടുക്കും. അതായി പ്രശ്നം ഔട്ടത്. കോപ്പിറൈറ്റ് കയറും. പാട്ട് ഓഫ് ആക്കണല്ലോ. നമ്മള് ലാസ്റ്റ് വീഡിയോ കിട്ടി കോപ്പിറൈറ്റ്. അല്ലേ കുഴപ്പല്ലേ, ആര് കാണുന്നത്? 150 വ്യൂസ് ഉണ്ട് ഞാനും. അതിന്റെ കോപ്പിറൈറ്റ്. കണ്ടോ വരും വരും ഒരു ചെയ്യണ. എനിക്കാണ് കണ്ണു വരുന്നത്. എനിക്ക് ശീലായി കണ്ടാ, ഞാൻ ഇപ്പൊ കരയില്ല. 2 വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ച് കഴിഞ്ഞാല്, നാളെ പെരുന്നാളാണ്. നാളെ പെരുന്നാൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലാണ് ഇപ്പൊ ഞങ്ങൾ ഈ പണി. നേരം 2 മണിയായി. നല്ല ബീഫ് റോസ്റ്റും. അതല്ല വിഷയപ്പെടാതല്ല. ഇനി നാളെ രാവിലെ 6 മണിക്ക് നീക്കണം. എത്ര നേരം ഇപ്പൊ ഉറക്കം കിട്ടുക? ഇന്റെ പ്രശ്നം അതാണ്. ശരി, അന്റെ തമാശകളല്ല. എങ്ങനെ നീക്കും എനിക്കൊരു ഐഡിയ ഇല്ല. അല്ല, ഞാൻ നീച്ചോണ്ട് നിങ്ങള് ഇടങ്ങറാവുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു രസം എന്ന് പറയാം. അപ്പോഴേ നമ്മള് വെട്ട് കുറച്ചു നേരം നിർത്തിച്ച് ഇനി തേക്കലാണ്. തേച്ചില്ലെങ്കിൽ നാളെ രാവിലെ വെച്ചിട്ട് മണ്ടിപ്പായേണ്ടി വരും. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്, തേപ്പസ്. സമയം എത്രയായി നോക്കാം? നേരം 3:30 മണി. വെളുപ്പിന് 3:30. ഇത് മറ്റേ എന്താണ് ഹൗസില്ലേ, കറി. എടാ ഇവർക്ക് കൂടി തെറ്റിക്കല്ല. രാത്രി മൊത്തം കറി ഉണ്ടാക്കലും ഭക്ഷണം ഉണ്ടാക്കലാണ് ഞങ്ങളെ പണി. ഇതാ കിടന്നുറങ്ങണം. ഇജ്ജ് ഉറങ്ങൂല മോനെ, ഇജ്ജ് ഉറങ്ങൂല. ഇന്ന ഉറങ്ങാൻ വിട്ടിട്ടില്ല, ഇവനെ ഞാൻ ഉറങ്ങാൻ വിടൂല. ഗായ്സ്, നാളെ പെരുന്നാൾ എന്താ ഒന്നും ഐഡിയ ഇല്ല. പക്ഷെ തിന്നാളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പറായി ഉണ്ടാവും. ഗായ്സ്, ഉറങ്ങാൻ സമ്മതിക്കണില്ല. ഈ ആൾക്കാരൊന്നും ഇന്നെ ഉറങ്ങാൻ സമ്മതിക്കണില്ല. ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഉളുപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും ഒരാൾ ഉറങ്ങാൻ സമ്മതിക്കും, ഒരാളെങ്കിലും ഉഷാറ് കൊടുക്കാൻ ഇരിക്കാൻ ചിട്ടാ. ആർക്കും കിട്ടിയിട്ടില്ല. കിട്ടുമോ നോക്കിട്ട് ഇങ്ങനെ ഉറക്കം വരും. നേരം 4:45. ഓക്കെ, ഞാൻ ചെറിയ കുളിയൊക്കെ കഴിഞ്ഞ് ഇതെല്ലാവരും സൈഡായി. സൈഡായി നമ്മളെ മെയിൻ ആളുണ്ടല്ലോ, നൈറ്റ് മൊത്തം കുക്കിങ്. ബീഫ് ഇതില്ലെങ്കിൽ പെരുന്നാളുണ്ടല്ലോ, പെരുന്നാൾ പോയി. അതെ, ഇത് കൊണ്ടേ ഉറക്കം പോയാലെന്താ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എന്താ പരിപാടി? 4:45. നിങ്ങൾ എന്താ ഇപ്പോൾ കുളിക്കാൻ കയറുണ്ടോ? ആ, ഞാൻ വിളിച്ചു.
അരിക്കുളി കഴിഞ്ഞ് സെറ്റായി അതാണ്ടൊക്കെ എടുക്കണണ്ടാ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്ലോത്ത്. ഇത് ഐ വോണ്ട് ഷോ മൈ സെൽഫ് ലൈക്ക് ദിസ്. അപ്പോൾ കൺട്രോൾ ചെയ്യാം. ഇതാണ്ടാ ഇതാണ് നമ്മൾ പൊളി പൊളി പന്നിപ്പൊളി സെറ്റാണ്. നിങ്ങൾ തിരിച്ചു തരാം. കളറാണ് ഗൈസ്. ഇതെത്തൂല ഇത് നമ്മളെ ഇതിലുള്ളതല്ല. ഇപ്പം മറ്റേ കോർപ്പറേറ്റ് കഴുത്തിൽ ടാഗ് കെട്ടിയ കോർപ്പറേറ്റുകാര് പാവം. നമ്മൾ ടീമിൽ എടുക്കണമെന്ന് കണ്ട അസിലന്റ് വാടാ പിടിപ്പിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, സമയം 6:04 നമ്മളിത് എണീറ്റു. പള്ളി പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താണ് ഗൈസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ, ഷൂ പള്ളിയിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുള്ളൊരു പേടിയുണ്ട്. സാധാരണ ദുബായിൽ അങ്ങനത്തെ കാണലില്ല, പക്ഷേ പേടിയാണല്ലോ. നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ സൈഡിൽ അങ്ങനെ കാണാറില്ല. ഇത് കൂടുതൽ അറബികളൊക്കെ ഉള്ളൊരു ഏരിയ, പിന്നെ ഫാമിലി ഏരിയ ഉള്ള ഒരു ആ ഏരിയ ഉള്ള. ഇപ്പം ഇങ്ങോട്ട് നോക്ക് ഗൈസ്. വലൈക്കും അസ്സലാം വബറകാതുഹു. അവനെ പിടിച്ച് അളാമാൻ്റെ ഷൂസ് ഇവിടെ നോക്ക്. എല്ലാം അപ്പോൾ നമ്മളെ ടീം ഇവിടുന്ന് കണ്ട് കേട്ടാ. നമ്മളെ സീനടാ. പാൻറ് കണ്ടില്ലേ? അതാണ് ഇപ്പം മാത്രം 95 ജി നമ്മളെ ടീമിലില്ല കേട്ടാ. ഞങ്ങളിവിടെ ഷൂസ് നഷ്ടപ്പെടുമെന്നുള്ള പേടിയിലിരിക്കുമ്പോൾ ഒരാൾ 10 രൂപ എടുത്തോണ്ട് ചെരുപ്പ് നഷ്ടപ്പെടുമെന്നുള്ളത് ഈ സാധനം കുതിരല്ല മുതല. ഇല്ല. അപ്പോൾ ഗായ്സ് ഇനി പള്ളി പോവാണ്. ഓക്കെ, സീ ഗായ്സ്, സീ യു. അപ്പോൾ പള്ളി കഴിഞ്ഞ് ഞങ്ങളിറങ്ങി. ഇപ്പോൾ ഇനി നേരെ പോവാ. നല്ല അടിപൊളി ബീഫുണ്ട്. ഞാൻ ഇന്നലെ രാത്രി കഴിച്ചൊരു സാമ്പിൾ എടുത്ത്. അത് തോന്നി രാത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നേരെ അങ്ങോട്ടാണ് ബീഫ് കിടക്കാൻ. ഈദ് മുബാറക്. അപ്പോൾ ഗൈസ് ഈദ് മുബാറക് ടു എവ്രി വൺ. ഓക്കെ, എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിവസം ഞങ്ങൾ എന്താ പറയുക ഇനി ഞങ്ങൾ അർപ്പിക്കുന്നു. അതായത് കറക്റ്റ് എന്തേലൊക്കെ ആ കോളാക്കി. ആശിക എന്താ എനിക്കതേലും പറയട്ടാ? ഒന്നുമില്ലല്ലോ. അതെ, പറഞ്ഞ് കേട. ഇനി കുറച്ച് ഫോട്ടോ സെഷൻ ഇല്ലാതെ ഈദാണ് മുന്നിക്കൂല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വെച്ചത്, കുറേ ആയിട്ട് മനസ്സിലുള്ളൊരു സാധനമായിരുന്നു. നമ്മൾ വലുതാവും തോറും എന്താ പറയുക, ഈദിൻ്റെ ഒരു രസം ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും രസം എപ്പോഴാണ് വരുന്നത് അറിയോ? നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ആ ഈദ് കളറാക്കുമ്പോൾ ശരിക്കും അല്ലേ ഫതിലാക, ഈദിൻ്റെ രസം നമുക്കിങ്ങനെ വലുതാവും തോറും കുറഞ്ഞ് വരുന്ന പോലെ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ രസം വരുന്നത് എപ്പോഴും അറിയോ? നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ആ ഡ്രസ്സ് പുതിയ മണത്തോടായിട്ട് പൊളി ഡ്രസ്സ് ആ ഇട്ടിട്ട് ആ പുതിയ മണത്തോട് കൂടിയിട്ട് പള്ളി പോയി നിസ്കരിച്ച് വന്ന് ബീഫും പൊറാട്ടയൊക്കെ എടുത്ത് തിന്നാണല്ലോ. ആ രസം വരും. പിന്നെ ഇപ്പം എനിക്ക് ശരിക്ക് ആ ചെറുപ്പത്തിൽ ഈദ് അറ്റൻഡ് ചെയ്ത ഒരു ഫീലാണുള്ളത്. എന്താ പറയുള്ളത്? അതാണ്
അല്ല പഴയ ആ രസപ്പില്ലല്ലോ. അത് പോയി അങ്ങനെയല്ല സാധനം. എനിക്ക് ശരിക്കും ഫീൽ ഉണ്ട് ഏത് ആ പഴയ ആ രസം. അതെച്ചാ പുതിയ ഡ്രസ്സൊക്കെ അങ്ങനെ അതെ. മാറിക്കാനാ പറഞ്ഞേ. ഫോട്ടോ സെഷൻ തുടങ്ങി. അപ്പോഴേ പള്ളി കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ നമുക്ക് നോർമൽ ഏരിയ പറ്റൂല. നമുക്ക് എന്താക്കണം, ഹെവി ഏരിയ ആണ്, റിച്ച് മൈൻഡ് ആണ്. അപ്പൊ നമ്മൾ എവിടെ പോവും? ദുബായിയുടെ ഹൃദയഭാഗത്ത് പോവും. പിന്നെ അതിനടുത്ത് ഒഴിവാക്കണം കേട്ടോ. ദുബായിയുടെ ഹൃദയഭാഗം. അതെ, ഡൗൺ ടൗൺ. ബുർജ് ഖലീഫ ഇങ്ങനെ ബാക്കിൽ വരും, ഇവിടെയും വരും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. വളർത്തിയെടുത്ത മണ്ണിൽ നമ്മൾ പോവും. അപ്പൊ അങ്ങനെ ഗൈസ് നമ്മളിപ്പോ നേരെ ഡൗൺ ടൗൺ ഇങ്ങനെ നടന്നോണ്ടിരിക്കല്ല, ഐ മീൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് നടന്ന് അപ്പോ ഇതാണ് നമ്മളെ ഏരിയ. നമ്മളെ മെയിനിൻ്റെ സ്പെഷ്യൽ തലയിലുദിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. സ്പെഷ്യൽ ഏരിയാസ് ആണ്. നമ്മൾ വന്നുകൊണ്ട് തന്നെ ഇവിടെ ഒരു മനുഷ്യനും ഇല്ല. ഐ മീൻ നമ്മൾ വന്നുകൊണ്ട് എന്നല്ല, എന്തടാ ഇജി കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗ് ഇട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാല് അപ്പാൻ്റെ സ്പെഷ്യൽ ഏരിയ ആണിത്. പുള്ളിയുടെ തലയിലുദിച്ച ഒരു ഏരിയ. ഓക്കെ, നമ്മൾ രാവിലെ തന്നെ സ്പോട്ട് ഹണ്ടിങ്ങിന് ഇറങ്ങിയ കാരണം ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് നല്ല സുഖമായിട്ട് ഫോട്ടോ എടുക്കലും കറങ്ങലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല അടിപൊളി ഏരിയ കേട്ടോ. നോക്കിയാ സൂപ്പർ. ആ നിൽക്കണതാണ് ബുർജ് ഖലീഫ. ഓക്കെ, നീ കാണാത്തവർ കണ്ടില്ല എന്നൊന്നും പറയണ്ട. അപ്പോൾ ഞങ്ങളിനി ഫുഡ് അടിയാണ് പരിപാടി. റൂമിലെത്തി ഇങ്ങനെ ഫ്രീ ആയിട്ട് കുറേ നേരം ഇരുന്ന് എളാപ്പം അവിടെ ഫുഡൊക്കെ റെഡിയാക്കി ഇരുന്ന് നമ്മളിതാ സംഭവം തുടങ്ങി. റെഡി? എവിടെ വെച്ചോ എന്ത് എന്തല്ലേ അങ്ങനെയും കൊറേ. ഹലോ, ടിഷ്യൂ വെച്ച് തുടച്ച ടിഷ്യൂന്റെ പൊടിയിലാവില്ലടാ. ഇങ്ങനെയാണ് തുടങ്ങല്ലേ. അപ്പൊ ഗായ്സ് ഇതൊക്കെയാ അങ്ങനെ വാഴലൊക്കെ മേടിക്കുന്നവര് നന്നായിട്ട് അതൊക്കെ എല്ലാരും ചെയ്യുന്ന സാമാന്യ കാര്യം. ഇതെന്താണ് ഇവിടെ നിന്ന് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഗായ്സ്. ഒരുമാതിരി കസിൻസ് ആയി പോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ആ തലക്കൊന്നിങ്ങനെ ക്രോസിലിട്ടുണ്ട്. ഈ മനുഷ്യണ്ടല്ലോ, ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഷൗക്കത്ത് എളാപ്പ. ഇന്നലെ രാത്രി ഫുൾ ഉറക്കൊഴിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും പോത്ത് പോലെ കിടന്നുറങ്ങുമ്പോഴും ആളിങ്ങനെ വീഡിയോ ഉണ്ട്, ഫുൾ വീഡിയോ ഉണ്ട് അതില്. ഇജി ഇങ്ങനെ കെടുന്ന് കൂർക്കം വലിക്കണ വീഡിയോ ഉണ്ട്. അതിന് എന്റെ മുന്നേ ഉറങ്ങണ കണ്ടില്ല ഞങ്ങള്. ആര്? ആരാശിക പെരേക്ക് കയറി വന്നിട്ട് ഒരു അപ്പൊ നമ്മളൊരു ഉറക്കൊക്കെ ഉറങ്ങി നീച്ച് കണ്ണൊക്കെ ചെറുതേക്കണുണ്ടോ. നീച്ച് നമ്മളിനി ഒരു ചെറിയ ചാടിക്കള പരിപാടിയാണ്. ഫضലാക്കും ടീംസും ഒക്കെ എളാപ്പയും ഫസ്ലൊക്കെ കൂടിയിട്ട് ഫضലാൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിക്കാണ്. ഓക്കെ, ഉറക്കുറങ്ങി നീച്ചാലും നേരെ എപ്പോഴും എത്ര സമയം? 5-6 മണിയായിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ഒന്ന് കിടന്ന് ഇന്നലത്തെ രാത്രിത്തെ ഉറക്കം മൊത്തം തീർത്തു.
നമ്മളൊരു ചായ കുടിക്കണം. ചായ കുടിച്ച് നമ്മളിങ്ങനെ ഉഷാറായി പമ്പായി ഉണർന്നടിയില്ല. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിൽ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ നേരത്തെ പോയാൽ എന്താ അവസ്ഥ എന്നറിയില്ല. കാരണം ഈദാണ്, ദുബായ് ആണ്, അറിയാലോ. നോക്കാം നമ്മളെ ഡോൺസ് വരട്ടെ. ആഷിക്കേ ചായ കുടിക്കല്ലേ? എങ്ങട്ടാ? ആ ഒപ്പ വരാറുണ്ട്. നമ്മളാരും കൊണ്ടൊരു ചായ കുടിക്കാം. ഓക്കെ, അപ്പൊ ഇതാ ടീംസ് മൊത്തം വന്നു. ഇനി നമ്മൾ ഉദ്ദേശം ഒരു ചായ കുടിക്കുക എന്നുള്ളതാണ്. എന്താണ് ചായയുടെ അഭിപ്രായം? എന്തായാലും ഞങ്ങള് ചായ കുടിക്കാൻ ഇറങ്ങിയതാ. ശരി, അതല്ല രസം. അവിടെ കഫ്റ്റേരിയ ഉണ്ട്, അവിടുന്ന് ഞങ്ങള് ചായ കുടിക്കാതെ ചെക്കന്മാരെ കൂടെ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പോകുന്ന നിങ്ങളുടെ അവസ്ഥ ആലോചിക്കാം. അത് വേറെ കേസ്. പക്ഷെ ഞങ്ങൾ അവിടെ റൂമിൽ ചടച്ചു കുത്തിരിക്ക. ഞങ്ങൾ നിങ്ങൾ എപ്പോഴാ വരിക എന്താന്നും അറിയില്ല. ഞങ്ങളെന്താ 5 മിനിറ്റ് ഇതിന്റെ ബാക്കിലുള്ള ടർഫിലേക്കാ പോയത്. ഞങ്ങൾക്ക് അറിയില്ല. നമ്മള് കൊടുന്നില്ലേ ഇവനൊക്കെ കുട്ടികളെ വരും. എന്താണ് നീറ്റ് എന്നോട് ഞാൻ എന്താ പറഞ്ഞു കിടക്കാൻ നേരത്തെ സെറ്റില് കിടക്കുന്നു പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ കാട്ടി? ക്രോസ് 45 ഡിഗ്രി ക്രോസിൽ ചെമ്മീന് ചട്ടിയിട്ട പോലെ കിടക്കണ്ടായിരുന്നു. ഞാൻ വിളിച്ച് ഒരു സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. തലക്കാണി എടുത്തല്ല, തലക്കാണിയല്ല. അപ്പോൾ ഗായ്സ് ഇതാ നമ്മളെ വീഡിയോ ഒന്ന് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഈദ് സെലിബ്രേഷനൊക്കെ ഈദ് നിസ്കാരം, പിന്നെ ഭക്ഷണം, പിന്നെ ഉറക്കം, പിന്നെ അത് എണീറ്റു ചെറിയ കറക്കം, അതിനുശേഷം വീണ്ടും ഭക്ഷണമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഈദാണ്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സീ യു അഗെയിൻ അൻറ്റിൽ വി സീ അഗെയിൻ. ഗായ്സ് ഒരു ഗുഡ് ബൈ പറഞ്ഞാൽ ഗുഡ് ബൈ ഗായ്സ്. സീ യു. ബൈ. ഈദ് മുബാറക്.